വർഗേ ഇട്ടിച്ചന്റെ വീട്ടിൽ അച്ഛനല്ല കപ്പ്യാരാ. ജോണിക്കുട്ടി ഹാലിളകി സോളമനെ തല്ലാൻ ഇറങ്ങിയിട്ടുണ്ട്. ആ ചേട്ടനും എന്നെയും തമ്മിൽ തെറ്റിയതുകൊണ്ട് ജോസിനെ അനങ്ങാതെ നിൽക്കോ. അവൻ അനങ്ങിയ അതിനെ നേരിടാനുള്ള ഗുണ്ടകളെ കൊണ്ടാ പോയിരിക്കുന്നു. നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ? ഞാൻ അവിടെ എന്നെങ്ങനെ തല്ലാൻ എന്ത് തൊലിക്കെട്ടിയാണത്? പാതിരാത്രിക്ക് നീ വീട്ടിൽ കയറുമല്ലടാ ജോസ്. ചെല്ലടാ. എന്നെ തല്ലാൻ വന്നവനെ തൊട്ടുപോരുത്. എനിക്കാരും സഹായം വേണ്ട. എവിടെ തല്ലടോ, തല്ലടോ, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എന്നെ കൊല്ലാതെ ഞാൻ അവളെ മറക്കില്ല. കൊല്ലടാ, നിനക്കൊക്കെ സമാധാനമുണ്ട്. എന്നെ കൊല്ലാതെ ഞാൻ നിന്നെ വിടില്ല. കാര്യങ്ങൾ കൂടുതൽ വഷളാക്കരുത്. ഇതിൽ കൂടുതൽ നീ എന്ത് വഷളാകാനാച്ചോ? ഇവന്റെ ശല്യം കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റതായി. ഇപ്പോ ഇവൻ നമ്മുടെ പള്ളിയിലെ കപ്പ്യാരാ. ഇവൻ കപ്പ്യാരായ സ്ഥിതിക്ക് ഈ പ്രശ്നത്തിന് അച്ഛൻ തന്നെ ഒരു തീരുമാനം എടുക്കണം. മേലിൽ ഇവന്റെ ശല്യം ഞങ്ങൾക്ക് ഉണ്ടാവരുത്. എല്ലാറ്റിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാനാ പറയുന്നേ. കാലം കുറയായി ഒരു പ്രണയത്തിന്റെ പ്രശ്നവും പറഞ്ഞ് ഈ അടിയും മഴക്കും തുടങ്ങിയിട്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടേ മതിയാവൂ. പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഈ പള്ളിയിലെ കപ്പ്യാരായതുകൊണ്ട് പ്രശ്നം വളരെ രമ്യതയിൽ പരിഹരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഇവൻ കാരണം ഈ ഇടവകയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായത്. പൊന്നും കുരിശ് ഉണ്ടാക്കാന്ന് പറഞ്ഞ് സീരിയൽ ഉണ്ടാക്കിയിട്ട് ഇടവകക്കാരെ മുഴുവൻ പറ്റിച്ചു. തല്ലുന്നവന് പോലും നാണമായിട്ട് ഇവന് നാണല്ല. അവൻ പിന്നെ എന്റെ മോളിലെ പിന്നാലെ നടക്കുക. എനിക്ക് നല്ല ഹൃദയവേദനയുണ്ട്. അവര് പിരിയാൻ പറ്റാത്ത വിധം അടുത്തു പോയിട്ട് ചായ തല്ലിയാലും കൊന്നാലും മനസ്സിലുള്ള സ്നേഹം പോവോ? അവരുടെ കാര്യം ഇങ്ങനെ നടത്തിക്കൊടുത്ത എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായി. ഇവിടെ കൂടിയിരിക്കുന്നത് ഇവന് സംബന്ധം ആലോചിക്കാനല്ല, ഇവന്റെ ശല്യം തീർക്കാൻ വേണ്ടിയാ. ഇല്ലെങ്കിൽ എന്നേക്കുമായി തീർക്കാൻ എനിക്കറിയാം. അങ്ങനെ ചെയ്താ പെങ്കൊച്ച് സന്തോഷമായിട്ട് ജീവിക്കുമെന്ന് തോന്നണ്ടോ? അല്ല, അത് ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഇനി നിർബന്ധിച്ച് വേറെ കെട്ടിച്ചു വിട്ടാലും അതിന്റെ ജീവിത സുഖം ആകും. എന്റെ ജോണിക്കുട്ടി വാശിയും വൈരാഗ്യം ഒക്കെ കളഞ്ഞതങ്ങ് നടത്തി കൊടുക്ക്. ഞങ്ങളുടെ ഇടവക്കാരുടെ മുഴുവൻ അഭിപ്രായം അതാ. കേട്ടില്ല കെട്ടിച്ച? ഇടവക്കാര് മുഴുവൻ സോളമനും മേരിയും തമ്മിലുള്ള ബന്ധത്തെ അനുകൂലിക്കുന്നവരാ. ഇനി നിങ്ങളെ കൂടെ അങ്ങ് സമ്മതിക്കിട്ടിച്ച? സമ്മതിക്കിട്ടിച്ച വാശി കളയിട്ടിച്ച സമ്മതിക്ക്. പഴയതൊക്കെ അങ്ങ് മറന്നേക്ക്. പിള്ളേര് ജീവിക്കട്ടെ. സമ്മതിക്കണ്ടേ? സമ്മതിക്കാം. ദേ, ഈ കുണ്ടുകുഴി അച്ഛനെയും ഈ ഇടവക്കാരെ മുഴുവനും സാക്ഷി നിർത്തി ഞാൻ പറയാം. എന്റെ മകൾ മേരിയും ഈ സോളമനും തമ്മിലുള്ള കല്യാണത്തിന് ഞാൻ സമ്മതിക്കാം. പക്ഷേ ഒരു കണ്ടീഷൻ. അടുത്ത പെരുന്നാളിന് മുമ്പ് സംഭാവന പിരിക്കാതെ ഇടവക്കാരുടെ സ്വപ്നമായ പൊന്നും കുരിശ് ഇവൻ കൊണ്ടുവരണം. എന്താടാ കൈയടിക്കാത്ത? കൈ കൊടിഞ്ഞു പോയാ എന്താ നടക്കോ കപ്പ്യാരേ? അങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് ഞാൻ സമ്മതിക്കാം. 1.5 ഗ്രാമിന്റെ പൊന്നും കുരിശ് കഴുത്തി തൂക്കാൻ ഗതിയില്ലാത്തവടാ 1.5 കിലോത്തിന്റെ പൊന്നും കുരിശ് കൊണ്ടുവരാൻ പറയുന്നത്. ഇട്ടിച്ചായന് മോളെ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞ പോരെ? ശരിയാ, ഇവനൊരു ഗതിയില്ലാത്തവനാണ്. ഇവനെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. പക്ഷേ എന്റെ കയ്യിൽ വേറൊരു കണ്ടീഷൻ ഉണ്ട്. ഇടവക്കാരുടെ കയ്യിൽ നിന്ന് ഒരു ചില്ലിക്കാശ് പോലും സംഭാവന പിരിക്കാതെ പള്ളിക്കുള്ള പൊന്നും കുരിശ് സ്വന്തം ചെലവിൽ ഈ ടച്ചൻ പള്ളിക്ക് പണിത് കൊടുക്കുന്നു. പക്ഷേ കപ്പ്യാര് വേറെ പെണ്ണ് കെട്ടണം. ഈ ഇടവകയിൽ വേറെ പെണ്ണില്ലാഞ്ഞിട്ടല്ലോ ആനപ്പാറ ആനി, പൂക്കളം ജാനകി, പിന്നെ ആ സീതത്തോടിന്റെ പക്കത്ത് ആ ഞെളിഞ്ഞിറക്കണ ഒരു പെണ്ണിട്ട് എന്താ ഉള്ള പേര്? മറിയാമ്മ. ഇറങ്ങിയേക്ക ഒരുത്തൻ. അങ്ങനെ എന്നേക്കുമായി ഇവന്റെ ശല്യം ഒഴിഞ്ഞു കിട്ടിയാൽ ഇങ്ങനെയൊരു പുണ്യപ്രവൃത്തി ഞാൻ ചെയ്യാം. കപ്പ്യാര് വേറെ പെണ്ണ് കെട്ടിയാൽ പള്ളിക്ക് പൊൻകുരിശ് ആലങ്ങാട്ട് ഇട്ടച്ചൻ മുതലാളി വക. ഈ പറഞ്ഞത് നേരാണോ ഇട്ടിച്ചായ?
തറവാടിയായ ഇട്ടിച്ചൻ വെറും വാക്ക് പറയാറില്ല. എന്നാ ഇവനെ കൊണ്ട് വേറെ പെണ്ണ് കെട്ടിക്കുന്ന കാര്യം ഞങ്ങൾ ഇടവാക്കാനേറ്റ് അല്ലേ? ഇത്ര എതിർപ്പുണ്ടെങ്കിൽ എന്തിനാ നിനക്ക് അവളെ? അവളോട് പോവാൻ പറ. അവളേക്കാൾ സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിനെ നിനക്ക് ഞങ്ങൾ കെട്ടിച്ചേരും. എന്റെ പൊന്നു മോനെ, നിന്റെ പ്രേമം കാരണം പള്ളിക്കൊരു പൊന്നും കുരിച്ച് ഫ്രീ ആയിട്ട് കിട്ടാൻ പോവാടാ. എന്റെ പൊന്നും കുരിച്ച് സോളമ്മ, നിന്നെ പുണ്യാളനാക്കി വേണ്ടി വന്നാ ഞങ്ങൾ ഒരു നൊവേന ചൊല്ലും. എന്നാലും നിങ്ങളൊക്കെ കൂടി ഇത്രയും പെട്ടെന്ന് മറുകണ്ട. നീ ഒന്നും പറയണ്ട, ഇത് നിന്റെ വിജയമാണ്. നീയാണ് ഇവിടുത്തെ ഹീറോ. നോക്കി നിൽക്കാതെ പോ. സോളമാ, നീ വേഗം വന്ന് വണ്ടി കയറിയേ. എന്താ? ഒരു അത്യാവശ്യമുണ്ട്, വേഗം വണ്ടി കയറി. അതെ വന്നല്ലോ. സെന്റ് തോമ പോയോ? സെന്റ് തോമ കേരളത്തിൽ പണ്ടേ വന്നു പോയതല്ലേ? അതല്ല, സെന്റ് തോമ ബസ് പോയാന്ന്. ആ, അതിപ്പോ വരും. അതെ, നീ ഇവനോട് കാര്യം പറഞ്ഞു. പറയാലോ. ആ പുഞ്ചിരിക്കവല ഇറങ്ങിക്കോ. പുഞ്ചിരിക്കവല ഇറങ്ങി. ആ ചുരിദാർ കമ്മീസിട്ട് ഇറങ്ങി വരുന്നില്ലേ, അതാണ് പെൺകുട്ടി. പെണ്ണിന്റെ അപ്പനാ ഇത്. മരുത്താക്കാറ് ജോർജ് ചേട്ടൻ, അറിയില്ലേ? ഇട്ടിച്ചന്റെ മോളായിട്ടുള്ള കേസ് ഒരു പ്രശ്നമല്ലെന്ന്. പള്ളിക്ക് പൊന്നും കുരിശ് കിട്ടുന്ന കാര്യമല്ലേ ഒരു പുണ്യപ്രവൃത്തി. നീ ഇതിന് കൂട്ടിക്കൊന്ന് ഞാൻ കരുതിയില്ല. യൂട്യൂബ് ലോനപ്പാ എടപ്പാ. അതിപ്പാ ഈ എന്തല്ല, നിന്റെ ഡൂക്കില് പ്രേമത്തിനേക്കാൾ വലുത് എനിക്ക് പള്ളി മുന്നിയാണല്ലോ. അതിനെന്നെ തെറ്റ് പറയരുത്. ഇപ്പൊ നിന്റെ പരട്ട പ്രേമം ഉണ്ടല്ല, ഇടവക്കാര് മുഴുവനെതിരാണ്. എല്ലാ ഇട്ടീച്ചന്റെ കുബുദ്ധിയാ. ഞാൻ ഇനി വേറെ പെണ്ണ് കിട്ടിയാലും അയാളെ പള്ളിക്ക് പൊന്നും കുരിശ് തരാൻ പോണില്ല. അതിന് അയാള് വേറെ എന്തെങ്കിലും ന്യായം കണ്ടുപിടിക്കും. ഇട്ടീച്ചന് ആളെന്ന് അറിയാണെങ്കിലും ഭയങ്കര ഡീസന്റാ. പറഞ്ഞ പോലെ തന്നെ ചെയ്യും. സോളമാ, ദേ ഈ പെൺകുട്ടി എങ്ങനെ ഉണ്ട് നോക്കി. കൊള്ളാലോ, സ്വല്പം പല്ല് പൊന്തിട്ടുണ്ട്. അതിപ്പോഴത്തെ ഫാഷനാണല്ലോ. പിന്നെ എന്നാ താൻ കെട്ടിക്കോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് വേണ്ടി ഇവിടെ ആരും കല്യാണം ആലോചിക്കണ്ട. ഞാൻ കെട്ടുന്നുണ്ടെങ്കിൽ അത് മേരിയെ തന്നെ ആയിരിക്കും. ഇടവക പെരുന്നാളിന് മുമ്പ് പള്ളിക്ക് പൊന്നും കുരിശ് ഞാൻ കൊടുക്കും. കേട്ടല്ലോ? കല്യാണ ബ്രോക്കർമാര് വന്നേക്കണു. പൊൻകുരിശേ, അതിന് ബൂട്ടാലോട്ട് അടിക്കണം. അതാണെങ്കി ഇപ്പൊ പൂട്ടിയും പോയി. ഇനി ഇവന് എന്ത് ചെയ്യണ്ട സാന്റിയോ പുണ്യാളാ? ആളുകളുടെ വായ അടയ്ക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ പറഞ്ഞാണച്ചോ. അല്ലെങ്കിൽ ഇവന്മാരെല്ലാരും കൂടി എന്നെ പൊക്കി എടുത്തോണ്ട് പെണ്ണ് ഇടിച്ചു കളയും. ഇട്ടിച്ച മർമ്മത്ത് തന്നെ അന്നല്ലോ അടിച്ചത് സോളമാ. കുറുക്കനാ ഞാനോ? അല്ല, ഇട്ടിച്ചൻ പട്ടിച്ചനാ. പട്ടീന്ന് വിളിച്ചോളൂ. അച്ഛന്ന് ചേർക്കുമ്പോ എനിക്കിട്ട് കൊള്ളുന്ന പോലെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ചോ, ഈ കുരുത്തം കെട്ടവനോട് ഇട്ടിച്ചന്റെ മോടെ പിറകെ നടക്കാതെ വേറെ വല്ല പെണ്ണും കെട്ടാൻ പറ. എടാ, ഒരു ദൈവകാര്യം വരുമ്പോ അതിനെതിരെ നിന്നാ ദൈവശാപം കിട്ടും നിനക്ക്. മര്യാദയ്ക്ക് വേഗം പെണ്ണ് കെട്ടിക്കോണം. നിനക്ക് വേണമെങ്കിൽ എന്റെ മോളെ കെട്ടിച്ചു തരാം. എന്തിനാ മോളാക്കണേ? ചേർത്തിനെ ഞാൻ തന്നെ കെട്ടിക്കോളാം. ഈ അന്തം വിട്ടിക്കണ വെല്ലുവിളിച്ചിട്ട് ഞാൻ കെട്ടിക്കോളാം. എന്നെ പ്രാന്ത് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ, ഞാൻ ഈ ഇടവകയിൽ ഓടിയെടുത്ത് കല്യാണം കഴിച്ചാലും പിന്നെ എന്നെ പിടിച്ച കെട്ടിന്ന് വരില്ല. അച്ഛനെ പെണ്ണുങ്ങളുടെ വായി നോക്കിയാണ്ട് വരണ്ടോ? നിങ്ങളെ കൊണ്ട് ഇതൊക്കെ പറയുന്ന സാത്താനാ. ഒഴിഞ്ഞു പോ വെള്ളപ്പിശാചുക്കളെ. അടാ, ആന വെള്ളം വരെ തീർന്ന് നിങ്ങളൊന്ന് മരിച്ച പോലും ഞാൻ മണിയടിക്കില്ല. ആക്ഷൻ മാത്രമേ കാണിക്കൂ. പേരോടാ കളി. ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് അച്ഛൻ തന്നെ പറ. രണ്ട് മാർഗങ്ങളേ ഉള്ളൂ. ഒന്ന്, ഈ ഇടവക്കാരെ മുഴുവൻ വെറുപ്പിച്ച് നിനക്ക് നിന്റെ പ്രേമവുമായി മുന്നോട്ട് പോകാം. അപ്പൊ പഴയ പോലെ ജോണിക്കുട്ടി മാത്രമല്ല, സ്തുതിയായിരിക്കട്ടെ, ഈ ഇടവകയിലെ മറ്റു പലരും നിനക്കിട്ട് പെരുക്കും. പരിക്കൊന്നും പറ്റാതെ കർത്താവ് നിന്നെ രക്ഷിക്കട്ടെ. അച്ഛൻ ദൈവികമായി എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തരുത്. ഭീഷണിയല്ല മകനെ. സ്കൂളിൽ പടാ. നിനക്ക് കൊള്ളാൻ പോകുന്ന ചില സത്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. രണ്ടാമത്തെ മാർഗം വളരെ മഹനീയമാണ്. ഇടവക്കാർക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടി, സർവോപരി പുണ്യാളന്റെ പൊന്നും കുരിശിന് വേണ്ടി നീ മേരിയെ അങ്ങ് മറക്കുക. പൊന്നും കുരിശെന്ന് കേട്ടപ്പോ അച്ഛനും കാലും മാറിയല്ലേ? ത്യാഗം കൊണ്ടേ വലിയവനാകൂ. ത്യാഗം? എനിക്കിപ്പോ അങ്ങനെ വലിയവനാകണ്ട. സ്നേഹിച്ച പെണ്ണിന്റെ മനസ്സിന് പറിച്ചു കളയാൻ പറ്റാത്ത ഒരു സാധാരണ കപ്പിയാരാണ് ഞാൻ. അച്ഛോ, കപ്പിയാർ എന്ന വാക്കിൽ തന്നെ ഉണ്ടത്. എന്നതാ? പിയാർ, കപ്പിയാർ. എന്റെ വികാരങ്ങളില്ലാത്ത വികാരിച്ചിന് പറഞ്ഞ് മനസ്സിലാവില്ല. അവളെ മറക്കണമെങ്കിൽ ഞാൻ മരിക്കണം. എങ്കിൽ മരണം അതാരുടെ കൈകൊണ്ടാണെന്ന് മാത്രം തീരുമാനിച്ചാൽ മതി. അച്ഛോ,